രാജ്യത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിനാചരണ ഭാഗമായി കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ജില്ലാതല പരേഡിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും മുൻഗണന നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കണമെന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഉദാത്തമായ മൂല്യങ്ങളെ ചേർത്തുപിടിക്കാൻ നമുക്ക് സാധിക്കണമെന്നും അരികുവൽക്കരിക്കപ്പെട്ടു പോകുന്ന അശരണരെയും ഭിന്നശേഷിക്കാരെയും സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ സമൂഹത്തിന്റെ ശ്രേണീബദ്ധമായ അധികാര ഘടനയുടെ ഭാഗമായിട്ട് ഏറെ യാതനകളും വേദനകളും സ്വന്തം ജീവിതത്തിൽ തൊട്ടുപൊള്ളി അനുഭവിച്ച മഹാനായ BR അംബേദ്കറെ പോലുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് വലിയ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് നന്ദിപൂർവ്വം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഏത് മതത്തിലും ഏത് ജാതിയിലും പെട്ടവരായിക്കോട്ടെ, ഏത് ലിംഗ പദവിയിലുള്ളവരായിക്കോട്ടെ, ഏത് സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് പ്രദേശത്തു നിന്നുള്ളവരായിക്കോട്ടെ, ഏവർക്കും തുല്യതയും സമത്വവും ഉറപ്പുവരുത്തുന്ന സാമൂഹ്യ നീതിയും മാനവികതയും അടിവരയിട്ടുറപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ AKM അഷ്റഫ്, NN നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, M രാജഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. ADM നവീൻ ബാബു, അസിസ്റ്റന്റ് കലക്ടർ ദിലീപ് കൈനിക്കര, RDO അതുൽ സ്വാമിനാഥ് തുടങ്ങിയവരും സംബന്ധിച്ചു. Second Parade Commander Sadashivan M, Sub Inspector of Police, Special Branch, Kasaragod. ജില്ലാ സായുധ പോലീസ്, ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, സീനിയർ ഡിവിഷൻ NCC കാസർഗോഡ് ഗവൺമെന്റ് കോളേജ്, സീനിയർ ഡിവിഷൻ NCC പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ബാൻസെറ്റ് ജവഹർ നവോദയ വിദ്യാലയ പെരിയ, ബാൻസെറ്റ് ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂൾ ഉളിയത്തടുക്ക, തൻബീഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ നായന്മാർമൂല, ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഫോർ ഗേൾസ് പരവരടക്കം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിയ, VPP, MKPS, GHSS തൃക്കരിപ്പൂർ എന്നീ സ്കൂളുകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, പെരിയ ജവഹർ നവോദയ വിദ്യാലയം ജൂനിയർ NCC, ജയ്മാത സീനിയർ സെക്കൻഡറി സ്കൂൾ ഉളിയത്തടുക്ക സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട്, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ അജാനൂർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചായൂത്ത്, രാജസ് ഹയർ സെക്കൻഡറി സ്കൂൾ നീലേശ്വരം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെമ്മനാട് എന്നീ വിദ്യാലയങ്ങളിലെ NCC, ടീം കേരള ജില്ലാ യുവജന കേന്ദ്രം കാസർഗോഡ് എന്നിവ പരേഡിന്റെ ഭാഗമായി. രാവിലെ 7:30 തന്നെ പ്ലാറ്റ്യൂണുകൾ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അണിനിരന്നു. പരേഡിന് ശേഷം MCRC പെരിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഐലീഡ് പദ്ധതിയുമായി ചേർന്ന് ടാബ്ലോയും അവതരിപ്പിച്ചു. കോഹിനൂർ പബ്ലിക് സ്കൂൾ കുമ്പളയുടെ ഡിസ്പ്ലേയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.